ഒരുപക്ഷെ ഇത്രയും മക്കളുടെ സ്നേഹം നുകരാൻ ചേച്ചിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ജീവിതത്തിൻ്റെ അർത്ഥത്തിൻ്റെ ഏറ്റവും പ്രധാനം. ചേച്ചിയുടെ അഭിനയ മുഹൂർത്തങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചില വ്യക്തികളുമായിട്ടുള്ള കോമ്പിനേഷൻ അത് ഭയങ്കര മലയാള പ്രേക്ഷകർ നന്നായിട്ട് നെഞ്ചിലേറ്റുള്ള രംഗങ്ങളാണ്. ചില ആൾക്കാരും ഇവിടെ അങ്ങനെ അഭിനയിക്കുമ്പോൾ അങ്ങോട്ട് തിമിർത്ത് അഭിനയിക്കും. ഒരു പോസിറ്റീവ് വൈബ് എനർജി ഇങ്ങനെ വരും. ഭയങ്കര കോമ്പിനേഷനായിരുന്നു. എല്ലാവരും ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, തിലകൻ ചേട്ടനും നിങ്ങളും. ഇടയ്ക്ക് എന്നെ വിളിക്കുമായിരുന്നു, എടോ ഭാര്യയെ താനെന്താ അവിടെ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. ചിലപ്പോൾ ശബ്ദം മാറ്റി കവിയൂർ പൊന്നമ്മയാണോ എന്നൊക്കെ ചോദിക്കും. പലപ്പോഴും എപ്പോഴും ഇല്ല കേട്ടോ, എപ്പോഴും ശബ്ദം മാറിയാലും മൂപ്പർ ശബ്ദം അങ്ങനെ മാറ്റാൻ ഇല്ലില്ല. അസല് പെണ്ണിൻ്റെ സൗണ്ടിൽ ആണോ? അസല് പെണ്ണിൻ്റെ സൗണ്ടിൽ ആ പരുക്കൻ ശബ്ദത്തിനിടയിലും ഒരു പക്ഷെ അസാമാന്യ അഭിനയ പ്രകൃതി. അയ്യോ, ചേച്ചിക്ക് പറയാനുണ്ടോ? ചേച്ചിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ ചില സമയങ്ങളിലൊക്കെ? അത് പറയാനില്ലല്ലോ. എന്ത് വലിയൊരു രംഗങ്ങളിലൊക്കെ ഒരുപക്ഷെ തിലകൻ ചേട്ടൻ ഇങ്ങനെ അഭിനയിച്ച് മുന്നേറുമ്പോൾ ചേച്ചി ഒപ്പം നിൽക്കണം. എന്തെങ്കിലും സീൻ മുഴുവൻ താഴെ പോകും. എനിക്ക് അല്ലാണ്ട് ഫീൽ ചെയ്തത് ലാലിനെ ജയിലിൽ പോയി ആഹാരം പിന്നീട് കൊണ്ടുപോകണം, അടിക്കണ ആ ഒരു സീനില്ലേ, ലോക്കപ്പിൽ അല്ലേ, ലോക്കപ്പിൽ ചുറ്റി അടിക്കണ ഒരു സീനില്ലേ, അതൊക്കെ എന്താ പിന്നീട് ചോറും കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. തിലകൻ ചേട്ടന് പകരം തിലകൻ ചേട്ടൻ നമ്മുടെ ഇടയിൽ ഇല്ലിപ്പോൾ, വിട്ടുപോയി. അവസാന നിമിഷങ്ങളൊക്കെ കലുഷിതമായി. ഒരുപാട് പേരോട് വഴക്ക് ചണ്ട ആണോ? അതെപ്പോഴും ഉണ്ടല്ലോ, അന്നുണ്ട്. ഇതില്ലെങ്കിൽ പുള്ളിയില്ല. അതേതാ ചേച്ചിയോട് വഴക്കുണ്ടാക്കിയോ? പിന്നെ ഞങ്ങൾ കുറച്ചുനാൾ മിണ്ടില്ല. ഓ അത് ശരി. അപ്പോൾ കിരീടം അഭിനയിക്കാൻ വന്നപ്പോഴാണ് പിന്നെ ജാതകത്തിൻ്റെ സെറ്റിൽ വെച്ച് ഞാൻ എന്തോ ഈ അമ്പിളി ജഗതി എന്തോ തമാശ പറഞ്ഞ് ഈ റിഹേഴ്സലിനൊന്നും ഇയാൾ ചെയ്യില്ലേ, ടോട്ടൽ വന്നിരുന്നിട്ട് ഈ കോട്ടി കാണിച്ചു. 8 പ്രാവശ്യം ഞാൻ ചിരിച്ചു. 8 പ്രാവശ്യം ടേക്ക് എടുത്തു. ഞാൻ ദേഷ്യപ്പെട്ടു. ഓരോരുത്തർ സിനിമ അഭിനയിക്കാൻ വരുന്നോ ചിരിക്കാൻ വരുന്നു. അങ്ങനെ എന്തൊക്കെയോ പുറത്ത്. ഞാനാ സെറ്റിൽ നിന്ന് ഇറങ്ങി പോന്നു. സെറ്റിൽ നിന്ന് ഇറങ്ങി ഞാനിങ്ങി പോന്നു. അപ്പോൾ ഉണ്ണിത്താൻ്റെ ആദ്യത്തെ പടമാണ്. ഉണ്ണിത്താന് തിലകൻ ചേട്ടനോടും ഒന്നും പറയാൻ നിവൃത്തിയില്ല, എന്നോടും ഒന്നും പറയാൻ നിവൃത്തിയില്ല. അവസാനം മറ്റേ ഷമ്മി വന്നിട്ട്, അപ്പോൾ ഞാനവിടെ ചെയറിലിരിക്കുക. ചേച്ചിയുടെ കാല് പിടിക്കാൻ ഞാൻ, അച്ഛൻ്റെ സ്വഭാവം ചേച്ചിക്കറിയില്ലേ, വിട്ടുകളാവാ വന്ന് അഭിനയിക്കുക എന്ന് പറഞ്ഞ് വിളിച്ചോണ്ടു. മോഹ ഭയങ്കരല്ലോ. പിന്നീട് എവിടെ കണ്ടാലും നോക്കത്തില്ലല്ലോ, തിരിഞ്ഞു നോക്കും. പിന്നെ അന്ന് കിരീടത്തിന്റെ സെറ്റില് റിഹേഴ്സൽ ചെയ്യില്ല. ആര്? റിഹേഴ്സൽ ചെയ്യും. ഭയങ്കര മെമ്മറിയും സാധ്യ മെമ്മറി. പിന്നെ കിരീടത്തിൻ്റെ സെറ്റിലേക്ക് ഞാൻ ആദ്യമായിട്ട് ചെല്ലുന്ന ദിവസം അപ്പോൾ ലാൽ അവിടെ ഇഡ്ഡലിയൊക്കെ കുഴച്ച് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ അങ്ങോട്ട് കയറി ചെന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ വായിൽ കുറച്ച് എടുത്ത് തന്നു. പുള്ളി അവിടെ നിന്ന് നോക്കി ചിരിക്കാനുള്ള ഒരു ശ്രമം. അപ്പം ആരോടൊക്കെ പറഞ്ഞു എന്നെ വേണ്ടാന്നൊക്കെ പറഞ്ഞായിരുന്നു. കിരീടത്തിൽ വേണ്ടാന്ന്. അപ്പോൾ സിബി വളരെ നിർബന്ധപൂർവം, അല്ല അത് ചേച്ചി, പുള്ളി മുഴുവൻ പറയത്തില്ലല്ലോ, അല്ല അത് ചേച്ചി തന്നെ തന്ത്രം. അങ്ങനെ മോഹൻലാൽ ഇങ്ങനെ വീട്ടിലേക്ക് കുറച്ച് മറ്റേ പിന്നെ അമ്മയ്ക്ക് തരുന്നു. മറ്റേ പുള്ളി അവിടെ പുള്ളി ഇങ്ങനെ വെട്ടുപോത്ത് പോലെ നോക്കുന്നുണ്ട്. ചെറിയ ചിരിച്ചു. അപ്പം ചിരിച്ചപ്പോൾ ഞാൻ ദേഷ്യത്തിൽ തന്നെയാണ് നോക്കിയത്. അപ്പോൾ എനിക്കും അറിയാണ്ട് ചിരി വന്നുപോയി. പുള്ളി അടുത്തേക്ക് വന്ന് കൈ നീട്ടി, ഞാൻ കൈ കിട്ടൊരു അടിയെടുത്ത്. ഇത് പകുതിയും പുള്ളി അഭിനയിക്കുക. ജീവിതത്തിലേ ഈ മുരടനാകാൻ അഭിനയിക്കുക. കാരണം ഈ PJ ആന്റണിയുടെ കൂടെയൊക്കെ ആണല്ലോ നടന്നിരുന്നത്.
അപ്പോൾ അതിൻ്റെ ഒരു ഇത് ഇനി ഏത് സിനിമയുടെയാണ്, സത്യൻ്റെ ഏതോ പടത്തിലാണെന്ന് തോന്നുന്നു. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് 2 മാസമേ ഉള്ളൂ. അപ്പോൾ ഒരു 2 പെഗ് വീതം ഒഴിച്ച് ഒറ്റയടി. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ നിങ്ങൾക്ക് ഇപ്പോഴല്ലേ ഓപ്പറേഷനായി? അത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്നേ കഴിക്കാൻ. ഡോക്ടർ ദിവസം 2 പെഗ് കഴിക്കാനാ പറഞ്ഞത്. ഇത് 1 മണിക്കൂർ വിട്ട് 1 മണിക്കൂർ, ഓരോ മണിക്കൂർ 2 മണിക്കൂർ പറഞ്ഞാലൊന്നും കേൾക്കില്ലല്ലോ. പക്ഷേ അതിൻ്റെ ഗ്യാരണ്ടി ടൈമൊക്കെ കഴിഞ്ഞ് കുറേ ഇരുന്നല്ലോ പുള്ളി. മലയാള സിനിമയ്ക്ക് നൽകാവുന്ന എല്ലാ സംഭാവനകളും പുള്ളി നൽകി.